ലണ്ടൻ നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള. നിമിഷ നേരം കൊണ്ട് ഇന്നത്തെ വിലയനുസരിച്ച് 1500 കോടിയോളം രൂപയാണ് വലേരിയോ എന്ന റോമിയോ കള്ളൻ കൈക്കലാക്കിയത്. എന്നിട്ട് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ലണ്ടൻ പോലീസിനെ മൊത്തം വട്ടം കറക്കിക്കൊണ്ട് ഇറ്റലിയിലേക്ക് നാട് കടക്കുകയും ചെയ്തു. പക്ഷേ ഒരൊറ്റ കാര്യം കൊണ്ട്, ഒരൊറ്റ അശ്രദ്ധ കൊണ്ട് ഈ ലോകം മൊത്തം ഞെട്ടിയ ബാങ്ക് കൊള്ളക്കാരൻ അറസ്റ്റിലാവുകയും ചെയ്തു. ശരിക്കും എന്താണ് നടന്നതെന്ന് നമുക്കൊന്ന് അറിയാം. സംഭവം നടക്കുന്നത് 1987 ജൂലൈ 12-നാണ്. ലണ്ടനിലെ സെക്യൂരിറ്റി എക്സ്പ്രസ് എന്ന അതിസുരക്ഷയുള്ളൊരു ബാങ്ക് ലക്ഷ്യമാക്കി 2 പേർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് വളരെ മാന്യമായ വേഷം. അവർക്ക് സേഫ് ലോക്കർ ഓപ്പൺ ആക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജറിനെ നേരിട്ട് കാണണം. ഇതും പറഞ്ഞ് ഈ 2 പേരും അകത്തേക്ക് കടന്നു. മാനേജറിന്റെ റൂമിൽ കയറി കഥ കടയുകയും ചെയ്തു. പക്ഷേ നിമിഷ നേരം കൊണ്ട് സ്ഥിതിഗതികൾ വഷളായി. സൈലൻസർ ഘടിപ്പിച്ച തോക്ക് പുറത്തെടുത്ത് ഈ പറയുന്ന മാനേജറിനെയും അതിസുരക്ഷയുള്ള ആ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരെയും ഇവർ ഭീഷണിപ്പെടുത്തി. അവിടെയുള്ള വൻകിടക്കാരുടെ ലോക്കറുകൾ തകർത്ത് ഏകദേശം 60 പൗണ്ട്സാണ് ഇവർ സ്വന്തമാക്കിയത്. അതിനുശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷരായി. സ്വാഭാവികമായും ഈ പണവും കൊണ്ട് ഇദ്ദേഹം കടന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇറ്റലിയിലേക്ക്. ഇറ്റലിയിൽ ഒരു രാജാവിനെ പോലെ വലേരിയോ താമസിച്ചു. ഇവിടെ ലണ്ടനിൽ പോലീസുകാർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ വലേരിയോയെ. വലേരിയോ തന്നെയാണോ ഈ പറയുന്ന കൊള്ള നടത്തിയത് എന്ന് ഇവർ മനസ്സിലാക്കിയത് തന്നെ വലേരിയോയുടെ രക്തം പുരണ്ട ഒരു ഫിംഗർ പ്രിന്റ് അവർക്ക് ബാങ്കിൽ നിന്ന് ലഭിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാ തെളിവുകളും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ നാട് കടന്നു. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങോട്ട് പോയെന്നോ എവിടെ താമസിക്കുന്നെന്നോ ഈ പറയുന്ന പോലീസിന് കണ്ടെത്താനും സാധിച്ചില്ല. പക്ഷേ ഈ പറയുന്ന ഇറ്റലിയിൽ ചെന്ന് വലിയ പണക്കാരനായിട്ടൊക്കെ താമസിക്കുമ്പോഴും വലേരിയോയ്ക്ക് ഭയങ്കര സങ്കടം. എന്തിനാണെന്നറിയോ? തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പച്ച ഫെരാരി കാറ് ഇപ്പോഴും ലണ്ടനിൽ തന്നെ കിടക്കുകയാണ്. ഈ പറയുന്ന 1500 കോടി രൂപയോളം കൊണ്ട് കൊള്ളയടിച്ച് ഇവിടെ വന്ന് രാജാവിനെ പോലെ വാണാലും ഈ പറയുന്ന കാറില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥയിലേക്ക് വലേരിയോ എത്തി. അങ്ങനെ വലേരിയോ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് തിരിച്ച് ലണ്ടനിലേക്ക് കടന്നു. അതിരഹസ്യമായി ലണ്ടനിലെ എയർപോർട്ട് ഇറങ്ങി അവിടെ ചെന്ന് തൻ്റെ പച്ച കളറുള്ള ഫെരാരി കാറും എടുത്തുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക്. പക്ഷേ അവിടെ ആ സമയത്ത് ലണ്ടനിൽ അടിയന്തര റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന പോലീസുകാരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? എയർപോർട്ടിന് മുന്നിൽ പോലീസിൻ്റെ ജീപ്പൊക്കെ ആയിട്ട് വലിയൊരു മതിൽ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. ഫെരാരി കാറുമായിട്ട് വന്ന വലേരിയോ ഇതാണ് കാണുന്നത്. പക്ഷേ വലേരിയോ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തൻ്റെ ഫെരാരി കാറിൻ്റെ മാക്സിമം സ്പീഡ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ലണ്ടനിലെ പോലീസുകാരല്ലേ, കുറേ നാൾ വട്ടം കറക്കിയ കള്ളനെ അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കുമോ? അവർ വലേരിയോ കാറുമായി വരുന്ന സ്ഥലത്ത് വലിയൊരു സന്നാഹം തന്നെ ഒരുക്കിയിരുന്നു. അങ്ങനെ വലേരിയോയുടെ ആ ഫെരാരി കാറിൻ്റെ വിൻഡോ ഗ്ലാസ് ഇടിച്ച് തകർത്ത് വലേരിയോ വലിച്ചടിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്ന നീതിപീഠത്തിന് മുന്നിൽ ഹാജരാക്കി. അങ്ങനെ ഏകദേശം 22 വർഷത്തെ തടവാണ് വലേരിയോയ്ക്ക് ലഭിച്ചത്. എന്തായാലേ, ലോകം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ള നടത്തിയ മാസ്റ്റർ മൈൻഡിന് തൻ്റെ കാറിനോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം കാരണം പോലീസിൻ്റെ പിടിയിലാവേണ്ടി വന്നു. അങ്ങനെ 22 വർഷത്തെ കഠിന തടവിന് ശേഷം വലേരിയോ പുറത്തിറങ്ങി. പക്ഷേ എന്ത് ചെയ്യാനാ, വീണ്ടും ഒരു ക്രിമിനൽ കേസിൽ പെട്ട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇയാൾ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ബാങ്ക് കൊള്ള നടക്കുന്ന സമയത്ത് സാമ്പത്തികമായി കടത്തിലായിരുന്ന ബാങ്ക് മാനേജരും വലേരിയോ ഹെൽപ്പ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ കഥകൾ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്നറിയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, എത്ര വലിയ മാസ്റ്റർ മൈൻഡാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും നല്ല കാര്യത്തിനല്ല ഉപകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ പിടിക്കപ്പെടേണ്ടി വരും.